Xylem Banking. കുറച്ച് ദിവസം മുന്നേ ആയിട്ട് നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടാവും. ഓൾറെഡി നമ്മൾ ഇംഗ്ലീഷിൽ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സീരീസ് ഇൻ സെൻസ് ലൈക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫോർ ബാങ്ക് എക്സാം എന്ന സിമ്പിൾ സീരീസ് ആണ് ഇത്. സീരീസ് എന്ന് പറയുന്ന റീസൺ ഇതിൽ നമ്മൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ മിസ്റ്റേക്ക് ഇല്ലാതെ മാർക്ക് സ്കോർ ചെയ്യാം, ക്ലോസ് ടെസ്റ്റിന്റെ 2 റൂൾസും ഒരു സീക്രട്ട് 3rd റൂളിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റിപ്പീറ്റേഴ്സ് ഓൾറെഡി പഠിച്ച് ഇംഗ്ലീഷിലെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഒരുപാട് എക്സാംസ് അറ്റൻഡ് ചെയ്തു, പക്ഷേ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, നെഗറ്റീവ് മാർക്സ് വരുന്നുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം ഇംഗ്ലീഷിലൊന്നും അറിയാതിരിക്കുന്ന റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സെഷനാണ്. അപ്പോൾ വീണ്ടും പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന നെഗറ്റീവ് മാർക്ക് ഇംഗ്ലീഷിൽ ഭയങ്കരമായിട്ട് അലട്ടുന്ന കുട്ടികൾ ഉറപ്പായിട്ട് ഈ വീഡിയോ കാണാം. മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രം ഇതുപോലെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കിട്ടത്തുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. സോ വാട്ട് വെന്റ് റോങ് ലാസ്റ്റ് ടൈം? ദാറ്റ് ഇസ് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് നിങ്ങൾക്ക് അവസാനം സംഭവിച്ചത്? നിങ്ങൾ അവസാനം എവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഞാൻ ഇംഗ്ലീഷിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ റീസണിങ് കോണ്ടിലും നിങ്ങൾ ചെയ്യുന്ന പോലെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളൊരു ബുക്ക് എടുക്കുക, എന്നിട്ട് അതിൽ എനിക്ക് എന്തൊക്കെയാണ് ലാസ്റ്റ് ടൈം തെറ്റിയത്, എന്തൊക്കെ ഫോൾട്ടാണ് എൻ്റെ ഭാഗത്ത് നിന്ന് ഇംഗ്ലീഷിൽ ഉണ്ടായതെന്ന് ആദ്യം എഴുതി വെക്കാം. ദെൻ ലെറ്റ് ബി ഓണസ്റ്റ്, യു പ്രോബ്ലി ഫെൽ ഇൻ ടു വൺ ഓഫ് ദീസ് ട്രാപ്സ്. ഞാൻ പറയാൻ പോകുന്ന ഈ ഏതെങ്കിലും ട്രാപ്പിൽ നിങ്ങൾ വീണിട്ടുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഫോക്കസ് ടു മച്ച് ഓൺ ഗ്രാമർ റൂൾസ് വിത്തൗട്ട് ഇനഫ് പ്രാക്ടീസ്. ഒന്നാമത്തെ പ്രശ്നം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഗ്രാമറിന് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചു, ഗ്രാമർ റൂൾസ് ഭയങ്കരമായിട്ട് റിവൈസ് ചെയ്തു, പക്ഷെ പ്രാക്ടീസ് ചെയ്തില്ല. യു ഡിഡ് സംതിങ് റോങ് ദെയർ. ഇനി ഇഗ്നോർഡ് റീഡിംഗ് കോംപ്രഹെൻഷൻ അണ്ടിൽ ലാസ്റ്റ് മന്ത്. അവസാന മാസം വരെയും നിങ്ങൾ കോംപ്രഹെൻഷൻസ് ഒന്നും ചെയ്തതുമില്ല, വായിച്ചതുമില്ല. മോക്ക് ചെയ്യുമ്പം ആർസി ചെയ്യും എന്നല്ലാതെ ആർസിക്ക് ഡെഡിക്കേറ്റഡ് ആയി ടൈം കൊടുത്ത് ആർസിയുടെ പാസേജ് വായിക്കുന്നതിൽ സ്പീഡ് കൂട്ടിയില്ല, മനസ്സിലാക്കുന്നതിൽ അതായത് പെട്ടെന്ന് സമ്മറൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനിപ്പോൾ നമ്മൾ സൈലം റേവ് നമ്മുടെ സാറ്റർഡേ നടക്കുന്ന 6 to 7 മണി നമ്മൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് നടക്കുന്ന സൈലം റേവിൽ നമ്മൾ ഒരു ബുക്ക് വായിക്കുന്ന ഒരു പരിപാടിയോടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, ജോസഫ് മൊബിയുടെ ബുക്ക് നമ്മൾ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പേജ് വായിക്കുന്നപ്പം ടൈം നമ്മൾ നോക്കുന്നുണ്ട്, എത്ര ടൈമിലാണ് നമ്മൾ 20 പേജ് വായിക്കുന്നത്, അതിന്റെ സമ്മറി എഴുതുന്നുണ്ട്, അതിന്റെ വൊക്കാബ് നോക്കുന്നുണ്ട്, അതിന്റെ സിനോണിംസും ആന്റണിംസും നോക്കുന്നുണ്ട്. എന്തിനാണ് ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുന്നവരോട് നിങ്ങൾക്ക് സ്പീഡ് ബിൽഡ് ചെയ്യാൻ പറ്റണം. നിങ്ങളുടെ സ്പീഡ് നിങ്ങൾക്ക് നല്ലോണം ബിൽഡ് ചെയ്ത് ക്വസ്റ്റ്യനിലെ ആർസി വായിക്കുമ്പോൾ തന്നെ അത് സമ്മറൈസ് ചെയ്യാനും ആൻസേഴ്സ് പടപടാ ചെയ്യാനും നിങ്ങൾക്ക് പറ്റണം. അപ്പോൾ ആർസി എങ്ങനെ ചെയ്യണം എന്നുള്ള ടെക്നിക്ക് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഓടിപ്പോയി കാണാം. ഓക്കെ, സോ രണ്ടാമത്തെ മിസ്റ്റേക്ക് നിങ്ങൾ അതായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവാം. മൂന്നാമത്തത്, മെമ്മറൈസ് വൊക്കാബുലറി വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് യൂസേജ്. കുറേ വാക്കുകൾ കാണാപാഠം പഠിക്കുക, നിർത്തി പഠിക്കുക. അതായത് ABCDEFG എന്നൊക്കെ പറയുന്ന പോലെ കുറേ വാക്ക് മാത്രം പഠിച്ചു വെക്കുക. അതിന്റെ മീനിങ്ങോ അത് എവിടെ ഉപയോഗിക്കണമെന്നോ ഒരു ഐഡിയ ഇല്ല. അത് നെഗറ്റീവ് വേർഡ് ആണോ പോസിറ്റീവ് വേർഡ് ആണോ എന്ന് അറിയില്ല. കുറേ പഠിക്കുന്നുണ്ട് ചോദിച്ചാൽ ഉണ്ട്, കുറേ പഠിക്കുന്നുണ്ട്. പക്ഷെ പരീക്ഷയ്ക്ക് വരുമ്പോഴത്തേക്കും അതൊന്നും കൊടുത്ത് ആൻസർ ആക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതാണ് നിങ്ങളുടെ മൂന്നാമത്തെ പ്രശ്നം. നാലാമത്, പ്രാക്ടീസ് ഓൾഡ് പാറ്റേൺസ് നോട്ട് കറക്റ്റ് എക്സാം ട്രെൻഡ്സ്. അതായത് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓരോ ക്വസ്റ്റിനും പുതിയ പുതിയ പാറ്റേൺസ് എമേർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള SBIയുടെ ഡിസ്ക്രിപ്റ്റീവിന്റെ റിവൈസ് സ്ട്രക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നേരത്തെ എസ്സേയും ലെറ്ററും ആണെങ്കിൽ ഇപ്പം നമുക്ക് സിറ്റുവേഷൻ അനാലിസിസ്, റിപ്പോർട്ട് റൈറ്റിംഗ്, പ്രസ്സി റൈറ്റിംഗ്, എന്തുമാത്രം ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ ഇത്തവണ കവർ ചെയ്യുന്നത്. ഇമെയിൽ റൈറ്റിംഗ്. അപ്പോൾ മാറി വരുന്ന ചേഞ്ചിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പഴയത് മാത്രം പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ പുതിയ കറണ്ട് ട്രെൻഡ്സ് നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം, പഠിക്കാൻ. അപ്പോൾ ഇത് ഈ 4 രീതിയിലായിരിക്കണം നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം നിങ്ങളുടെ മാർക്ക് പോയിട്ടുണ്ടാവുക. ഇനി നമ്മൾ നോക്കാൻ വന്നത് ഈ ടൈം നമുക്ക് ഇതിനെങ്ങനെ ഈ സ്ട്രാറ്റജി എങ്ങനെ റിവേഴ്സ് ചെയ്യിക്കാം, എങ്ങനെ നമുക്ക് ഇതൊക്കെ പ്രിപ്പയർഡ് ആയിട്ട് പോവാം എന്നുള്ളത് നമുക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ദ 4 pillars ഓഫ് ഇംഗ്ലീഷ് സക്സസ്. ഇംഗ്ലീഷിന്റെ സക്സസിന് വേണ്ടി ഞാൻ 4 pillars പറഞ്ഞു തരാം. ഓക്കെ, there is a 4-pillar strategy that toppers use and repeaters need. ടോപ്പേഴ്സ് എല്ലാവരും യൂസ് ചെയ്തത് ഇതാണ്, റിപ്പീറ്റേഴ്സിന് വേണ്ടതും ഇതാണ്. നോക്കിക്കേ, ആർസിയുടെ കാര്യം പറയാം. ഡു 1 RC ഡെയിലി ഫ്രം ബാങ്ക് ലെവൽ റിസോഴ്സസ്. അത് ബാങ്ക് ലെവൽ സോഴ്സസിൽ നിന്ന്. അതായത് നമ്മുടെ ഇവിടെ സൈലം ബാങ്കിലാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് പ്രാക്ടീസ് സെറ്റുകളിൽ ആർസി പല രീതിയിലുള്ള പാറ്റേണുകൾ ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നുള്ള രീതിയിൽ, പാറ്റേൺ 1, പാറ്റേൺ 2, പാറ്റേൺ 3 എന്നുള്ള രീതിയിൽ പല പുതിയ പാറ്റേൺസും ഈസി, മോഡറേറ്റ്, ഡിഫിക്കൽട്ട് 3 ലെവലിലായിട്ടാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ എപ്പോഴും ബാങ്കിങ് ലെവലിൽ തന്നെ ഓരോ ദിവസവും ഓരോ ആർസി വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഫോക്കസ് ഓൺ ടോൺ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ടോൺ ശ്രദ്ധിക്കുക. പാസേജിന്റെ ഇന്റന്റ് ആൻഡ് കീവേഡ് മാച്ചിങ് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, റിവേഴ്സ് സ്ട്രാറ്റജി. അതായത് ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, കീവേഡ് നോട്ട് ചെയ്യുക, ദെൻ പാസേജിലേക്ക് പോവുക. അതിനുശേഷം പ്രാക്ടീസ് വിത്ത് ടൈമർ, 8 minutes മാക്സിമം പെർ പാസേജ്. തുടക്കത്തിൽ കേട്ടോ, ആദ്യം വായിക്കുമ്പോൾ 8 minutes ഒരു പാസേജ് കൊടുത്ത് വായിക്കുക. പതുക്കെ ആ 8 minutes 7, 6, 5 ആക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഡെയിലി നിങ്ങൾ ടൈമർ വെച്ച് വായിച്ച് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ പ്രോമിസ് ഇവൻച്വലി ആർസി മറ്റാരെക്കാളും സ്പീഡിൽ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ഉയർന്നു വരാനായിട്ട് സാധിക്കും. ഇനി ബാക്കി നോക്കാം. രണ്ടാമത്, ക്ലോസ് ടെസ്റ്റ് വരുമ്പോൾ എന്താ പ്രശ്നം?
പ്രാക്ടീസ് വിത്ത് ഗ്രാമർ പ്ലസ് ലോജിക്. ഗ്രാമറും ലോജിക്കും ചേർത്ത് വേണം എപ്പോഴും ക്ലോസ് ടെസ്റ്റ് ചെയ്യാൻ. ഗ്രാമർ അറിയാം, ലോജിക് ഇല്ലെങ്കിൽ ആൻസർ കിട്ടില്ല. കാരണം കോണ്ടെക്സ്റ്റ് കിങ് ആണ്. എപ്പോഴും ഒരു ക്വസ്റ്റ്യന്റെ രാജാവ് എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യന്റെ കോണ്ടെക്സ്റ്റ് ആണ്, എന്താണ് ആ ക്വസ്റ്റ്യൻ മീൻ ചെയ്യുന്നത് എന്നതാണ്. ഗ്രാമർ ക്യൂനാണ്, കിങ്ങും വേണം ക്യൂനും വേണം. അപ്പൊ രണ്ടുപേരെയും നിങ്ങൾ ശ്രദ്ധിക്കണം. ലോജിക്കലി ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുക, പ്ലസ് ഗ്രാമറും ശ്രദ്ധിച്ചോളാം. ലേൺ കണക്ടേഴ്സ്. ഞാൻ ഇപ്പൊ കുറച്ചു മുന്നേ ഇട്ട ഒരു വീഡിയോയില് കണക്ടർ തേർഡ് റൂൾ, ക്ലോസ് ടെസ്റ്റിന്റെ തേർഡ് മാജിക്കൽ റൂൾ എന്ന് നമ്മൾ പഠിച്ചതിൽ നമ്മൾ പഠിച്ചു കണക്ടേഴ്സ് ഉണ്ട്. കണക്ടേഴ്സിനെ നമ്മൾ അറിഞ്ഞു വെച്ചാൽ ക്ലോസ് ടെസ്റ്റ് ഭയങ്കര എളുപ്പം ചെയ്യാം. പ്ലസ് ട്രാൻസിഷൻ വേർഡ്സും കോണ്ടെക്സ്റ്റ് ട്രിക്സും നോക്കി വെക്കണം. ഇനി 5 ക്ലോസ് ടെസ്റ്റ് പെർ വീക്ക്. ഒരാഴ്ചയിൽ മിനിമം 5 ക്ലോസ് ടെസ്റ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി ഒരു RC പ്രാക്ടീസ് ചെയ്യുക, 5 എണ്ണം ക്ലോസ് ടെസ്റ്റ് ഒരാഴ്ചയിൽ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് മിസ്റ്റേക്സ് നല്ല ഡീപ്പായിട്ട് റിവ്യൂ ചെയ്യുക. നിങ്ങൾ തന്നെ ഇരുന്ന് നിങ്ങളുടെ മിസ്റ്റേക്സ് നിങ്ങൾ കണ്ടുപിടിക്കുക സൊല്യൂഷൻസ് വെച്ച്. ഓക്കെ, ഇനി എറർ സ്പോട്ടിങ്ങും ഫില്ലറും. ഇതിലാണ് നിങ്ങൾക്ക് മൂന്നാമത്തെ തെറ്റാൻ ചാൻസ് ഉള്ള ഏരിയ. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫോളോ എറർ ടൈപ്പ്, ടെൻസ്, ആർട്ടിക്കൽ, പ്രിപ്പോസിഷൻ, മോഡിഫയർ, SVTP. അതായത് സെന്റൻസ്, വെർബ്, എഗ്രിമെന്റ്, ടെൻസ്, പ്രിപ്പോസിഷൻസ്. ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്ന ആൾക്കാർ എറർ ഡിറ്റക്ഷനിൽ. ഇതും ഞാൻ ഓൾറെഡി 4 ഇംഗ്ലീഷ് തകർക്കാൻ 4 രഹസ്യങ്ങൾ എന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അവിടെ പോയി അത് കണ്ടാൽ മതി. 10 ക്വസ്റ്റ്യൻസ് ഡെയിലി സോൾവ് ചെയ്യുക. അപ്പൊ ഡെയിലി ഒരു RC, ഡെയിലി 10 എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻ, വീക്ക്ലി 5 ക്ലോസ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് നിങ്ങളുടെ ഐഡിയ. ദെൻ യൂസ് എ നോട്ട്ബുക്ക് ടു നോട്ട് യുവർ ഫ്രീക്വന്റ് മിസ്റ്റേക്ക്. നിങ്ങൾ റെഗുലർ ആയിട്ട് ഉണ്ടാക്കുന്ന മിസ്റ്റേക്കുകൾ എന്താണോ അത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ വൊക്കാബുലറി വിത്ത് കോണ്ടെക്സ്റ്റ്. ഈ വൊക്കാബ് എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാം? ഫോർഗെറ്റ് റൂട്ട് മെമ്മറൈസേഷൻ, യൂസ് ഡെയിലി ഹാബിറ്റ്. ഡെയിലി നിങ്ങൾ ഹൈ ഫ്രീക്വൻസി എക്സാം വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 5 വേർഡ്സ് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഏതൊക്കെ വേർഡ്സ് എടുക്കണമെന്നും എങ്ങനെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി 5 വേർഡ്സ് മിനിമം ഡെയിലി പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ സിനോണിംസും ആന്റണിംസും ചേർത്ത് പഠിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. ഇനി മേക്ക് യുവർ ഓൺ സെന്റൻസ്. എപ്പോഴും വേർഡ്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എന്താണോ ആ വേർഡിന്റെ മീനിങ് മനസ്സിലായത് അത് വെച്ച് നിങ്ങൾ തന്നെ ഒരു സെന്റൻസ് ഉണ്ടാക്കുക. ആ സെന്റൻസ് ആയിരിക്കും നിങ്ങളെ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി യൂസ് ദം ഇൻ 2-line paragraph, even better record yourself saying them. അതാണ് ഏറ്റവും രസമുള്ളത്. അത് നിങ്ങൾക്ക് ഒരു വാക്ക് പഠിച്ചു, ആ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതിന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായി, അപ്പൊ തന്നെ ഫോൺ എടുക്കാം. നമുക്ക് നമ്മുടെ വാട്സാപ്പിലൊക്കെ നമുക്ക് തന്നെ മെസ്സേജ് അയക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ടാവും. ലൈക്ക് എന്താ പറയുക, ഒരു മെസ്സേജ്, ഒരു ചാറ്റ് ബോക്സ് ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിൽ റെക്കോർഡ് ചെയ്ത് അയക്കാം. ഓക്കെ, എനിക്ക് ഈ വേർഡ് ഇഷ്ടപ്പെട്ടു, സോ ആ വേർഡ് വെച്ചിട്ടുള്ള ഒരു സെന്റൻസ് എനിക്ക് ഇങ്ങനെയാണ് മനസ്സിൽ വരുന്നത്. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, നിങ്ങളത് പറഞ്ഞിടുക. സോ ദാറ്റ് നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും റാൻഡം ആയിട്ട് എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് ഹെഡ്ഫോൺസ് വെച്ചിട്ട് പാട്ടൊക്കെ കേൾക്കുന്നതിന് പകരം ഇമാതിരി സാധനങ്ങൾ കേൾക്കാം. സോ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ വാക്കുകളും നിങ്ങളുടേതായ സെന്റൻസുകളും, വാക്കുകളല്ല സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യം പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് വൊക്കാബ് എന്ത് ചെയ്യാൻ പറ്റും? ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. വൊക്കാബ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ സോ വീക്ക്ലി സ്റ്റഡി പ്ലാൻ വേണം. റിപ്പീറ്റേഴ്സിന് ഭയങ്കരമായിട്ട് റിപ്പീറ്റേഴ്സിന് വേണ്ടത് വീക്ക്ലി സ്റ്റഡി പ്ലാൻ ആണ്. അതിന്റെ ഒരു സാമ്പിൾ ആണ് ഞാൻ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇതിനെ എങ്ങനെ വേണമെങ്കിലും തിരിച്ചോ മറിച്ചോ ഒക്കെ ഉപയോഗിക്കാം. മൺഡേ ടു വെനസ്ഡേ RCയും ക്ലോസ് ടെസ്റ്റും വൊക്കാബിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അതായത് ഡെയിലി ഓരോ RC വെച്ച് ചെയ്യുക, ഒരു 2 ക്ലോസ് ടെസ്റ്റ് ചെയ്യുക. ഐ മീൻ ഡെയിലി 2 അല്ല, ആ മൺഡേ ടു വെനസ്ഡേയിൽ 2 ദിവസം ക്ലോസ് ടെസ്റ്റ് ചെയ്യുക, വൊക്കാബ് ഡെയിലി ചെയ്യുക. ഓക്കെ, തേഴ്സ്ഡേ ഫുൾ ലെങ്ത് ഇംഗ്ലീഷ് സെക്ഷൻ ചെയ്യാം. 30 മിനിറ്റ് എടുത്ത് ഫുൾ ലെങ്ത് ഒരു ഇംഗ്ലീഷ് സെക്ഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിൽ കൂടുതൽ RCയും ക്ലോസ് ടെസ്റ്റും വൊക്കാബ് ഒക്കെ വരുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യാൻ നോക്കാം. ഫ്രൈഡേ ടു സാറ്റർഡേ എറർ സ്പോട്ടിങ്ങും സെന്റൻസ് ഇംപ്രൂവ്മെന്റും കൂടുതൽ ഫോക്കസ് കൊടുത്ത് ചെയ്യുക. സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, എറർ സ്പോട്ടിങ് അത്യാവശ്യം എല്ലാവർക്കും പാടുള്ള ഏരിയ ആണ്. എന്നിട്ട് സൺഡേ ഒരു മോക്ക് ടെസ്റ്റും ഫുൾ അനാലിസിസും, എവിടെയാണ് മാർക്ക് പോയത്, എങ്ങനെ മാർക്ക് പോയി എന്ന് നോക്കിക്കൊണ്ട് ഒരു ഫുൾ ലെങ്ത് ടെസ്റ്റ് അനാലിസിസ് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനി യൂസ് സിമ്പിൾ എക്സൽ ഷീറ്റ് ഓർ നോട്ട്ബുക്ക്. ഒരു നോട്ട്ബുക്കോ എക്സൽ ഷീറ്റോ വെച്ച് നിങ്ങൾ തന്നെ ട്രാക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ മൺഡേ ടു വെനസ്ഡേ നിങ്ങൾ RC ക്ലോസ് ടെസ്റ്റ് വൊക്കാബിന് കൊടുക്കുന്നു. ദെൻ തേഴ്സ്ഡേ ഫുൾ ലെങ്ത് ഇംഗ്ലീഷ് സെക്ഷണൽ ടെസ്റ്റ് എടുക്കുന്നു. ഫ്രൈഡേ സാറ്റർഡേ എറർ സ്പോട്ടിങ്ങും സെന്റൻസ് ഇംപ്രൂവ്മെന്റും ചെയ്യുന്നു. സൺഡേ വീണ്ടും ഒരു മോക്ക് ടെസ്റ്റ് എടുത്ത് അതിന്റെ ഫുൾ ലെങ്ത് ഒരു അനാലിസിസ് ചെയ്യുന്നു. ഈ ഒരു രീതി, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റിപ്പീറ്റേഴ്സിന് വേണ്ടി ഇട്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, നിങ്ങളുടേതായ രീതിയിൽ അതിനെ മാറ്റാം. നിങ്ങൾക്ക് ഏറ്റവും പാടുള്ളതും ഏറ്റവും ഈസി ആയിട്ടുള്ള ടോപ്പിക് വെച്ച് നിങ്ങൾക്ക് അതിനെ ചേഞ്ച് ചെയ്ത് എഴുതാം, കുഴപ്പമില്ല. ബട്ട് ഇങ്ങനെ ഒരു രീതി നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഇവിടെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. ഞങ്ങൾ ഇവിടെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ഇംഗ്ലീഷിന് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം ബേസ് മുഴുവൻ റിവിഷൻ ചെയ്യും. 500ഓളം ക്വസ്റ്റ്യൻസ് ആണ് റിവിഷനിൽ മാത്രം നമ്മൾ ചെയ്യുന്നത്. ഗ്രാമറിന്റെ ബേസ് മാത്രം റിവിഷൻ ചെയ്യുമ്പോൾ ലിറ്ററലി ക്ലാസ്സിൽ തന്നെ 500 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തു തീർക്കുന്നത്. എനിക്കൊന്ന് ഇപ്പോൾ റൈറ്റ് നൗ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഏകദേശം ഒരു 200 ചോദ്യങ്ങളോളം കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. അതിന്റെ റിപ്പീറ്റേഴ്സിലെ പിള്ളേർ താഴെ കമന്റ് ചെയ്യും. കാരണം
അവർക്കറിയാം സത്യമാണോ ഇല്ലയോ. 200ഓളം ചോദ്യങ്ങൾ ആക്ച്വലി ആദ്യത്തെ 4 ടോപ്പിക് കവർ ആയപ്പോൾ തന്നെ 200ഓളം ചോദ്യങ്ങൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി ടോപ്പിക്കൂടെ കവർ ചെയ്യുമ്പോൾ എങ്ങനെ പോലും ഗ്രാമർ തീരുമ്പോൾ 500ഓളം ചോദ്യങ്ങൾ ബേസിൽ നിന്ന് മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ടാകും. പിന്നെയായിരിക്കും ബാങ്ക് എക്സാം ടോപ്പിക്കിലേക്ക് പോകുന്നത്. അപ്പൊ അത്യാവശ്യം ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രാക്ടീസ് ആണ് ശരിക്കും നമ്മളെ സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. എനിക്കറിയാം ഇനി പരീക്ഷ എഴുതിയാൽ മതി എന്നൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത്. ഓക്കെ, സോ നിങ്ങൾ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. യു ആർ നോട്ട് എ ബിഗിനർ, യു ആർ എക്സ്പീരിയൻസ്ഡ് യു നൗ. ഇപ്പൊ നിങ്ങൾ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾ ബിഗിനർ അല്ല. അതുകൊണ്ട് നിങ്ങളത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാം ഈസി ആയിരിക്കും, എല്ലാം സൂപ്പറായിട്ട് ചെയ്യാം, കുറച്ച് പഠിച്ചാൽ മതി എന്നുള്ള തോട്ട് നിങ്ങൾ വിടാം. ഓക്കെ, ഡോണ്ട് കമ്പയർ യുവർസെൽഫ് വിത്ത് ഫസ്റ്റ് ടൈമേഴ്സ്. അപ്പൊ അത് പുതുതായിട്ട് പഠിക്കുന്ന പിള്ളേർക്ക് വെച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കമ്പയർ ചെയ്ത് അവരുടെ ആദ്യമായിട്ട് ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ അവർ കുറച്ചുകൂടി പെട്ടെന്ന് ക്ലിക്ക് ആവും. അപ്പോൾ അവർ പെട്ടെന്ന് ക്രാക്ക് ചെയ്യും. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ ഏരിയ ആയിരിക്കും അത്ര സൂപ്പറായിട്ട് ക്ലിക്ക് ആവുന്നത്, ക്രാക്ക് ചെയ്യാൻ പറ്റും. ചില ഏരിയാസ് നിങ്ങൾക്ക് കുറച്ച് പാടായിരിക്കും. നിങ്ങൾക്ക് പാടായിട്ടുള്ള ഏരിയാസ് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കാം. ഫോക്കസ് ഓൺ ക്വാളിറ്റി പ്രാക്ടീസ് ഓവർ ക്വാണ്ടിറ്റി. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ 500 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ബേസിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത് പറയാം. പക്ഷേ ആ 500 ചോദ്യങ്ങളും വളരെയധികം ശ്രദ്ധിച്ച് ക്യൂറേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അല്ലാതെ അവിടെ നിന്നും വെറുതെ കുറേ വേണ്ടാത്ത ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്നത് 10 ചോദ്യങ്ങളാണെങ്കിലും ആ 10 ചോദ്യങ്ങളും നല്ല അടിപൊളി ചോദ്യങ്ങളായിരിക്കണം. അത് നിങ്ങൾക്ക് എക്സാമിന് വന്നാൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം, ഇങ്ങനെയൊക്കെ റൂൾസ് അപ്ലൈ ചെയ്യാം എന്നറിയേണ്ടത്. അപ്പോൾ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ക്വാളിറ്റിയിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അതിനൊപ്പം തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റിയാൽ അവിടെ ക്വാണ്ടിറ്റിയും നിങ്ങൾ സത്യമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ടേക്ക് മോക്ക് സീരിയസ്ലി, അനലൈസ് ഡീപ്ലി. ഓരോ മോക്ക് ചെയ്യുമ്പോഴും മോക്ക് ചെയ്തു മാർക്ക് കിട്ടി മോക്ക് മാറ്റി വെക്കുക എന്നതിനപ്പുറത്തേക്ക് ആ മോക്ക് നന്നായിട്ട് അനലൈസ് ചെയ്യുക. നന്നായിട്ട് നിങ്ങളുടെ മാർക്കുകളൊക്കെ എക്സൽ ഫസ്റ്റ് മോക്ക് എടുത്തപ്പോൾ എനിക്ക് ഇത്ര മാർക്കുണ്ട്, ഇത്ര എണ്ണം എനിക്ക് തെറ്റി. രണ്ടാമത്തെ മോക്ക് എടുത്തപ്പോൾ എനിക്ക് ഇത്ര മാർക്കുണ്ട്, ഇത്ര എണ്ണം എനിക്ക് തെറ്റി. അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വാല്യൂ ചെയ്യാൻ പറ്റും. എക്സലിലോ നോട്ട്ബുക്കിലോ അത് എഴുതി വെക്കുക. ഇനി ഇഫ് യു മേക്ക് എ മിസ്റ്റേക്ക് ആസ്ക് വൈ, ദേർ വാസ് എ ലോജിക് ഗ്യാപ്പ്. ഒരു ക്വസ്റ്റ്യൻ തെറ്റി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ ഇത് തെറ്റി, ഞാൻ എങ്ങനെയാണ് ഇതിന്റെ ആൻസർ ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും. റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നോടൊന്ന് ചോദിക്കാം. എൻ്റെ ഫാക്കൽറ്റിയോട് ടെലഗ്രാമിലൂടെയും മറ്റും മെസ്സേജ് അയച്ച് ഡയറക്റ്റ് ചോദിക്കും, ക്ലാസ്സിൽ ചോദിക്കാം, കമന്റ് സെക്ഷനിലൂടെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കും എനിക്ക് എങ്ങനെയാണ് തെറ്റിയത്, ഇതിൽ എന്ത് ലോജിക്കാണ് ഞാൻ അപ്ലൈ ചെയ്തത്, എങ്ങനെ എനിക്ക് ഇതിന്റെ ആൻസർ കിട്ടി, എങ്ങനെ ഞാൻ ഓപ്ഷൻ ചൂസ് ചെയ്തത്, ഇങ്ങനെയൊക്കെ നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യാം. ഗൈസ്, നിങ്ങൾ ഫസ്റ്റ് ടൈം എക്സാം എഴുതുന്നവരല്ല, ഒരുപാട് എഴുതിയവരാണ്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിക്കാൻ പറ്റും എനിക്ക് തെറ്റിയത് എവിടെയെന്ന്. സോ അത് ഉറപ്പായിട്ടും ചെയ്യാം. ബിലീവ് യു ഓൾറെഡി ഹാവ് വാട്ട് ഇറ്റ് ടേക്സ്, നൗ യു ആർ റിഫൈനിങ് ഇറ്റ്. നിങ്ങൾക്ക് ഓൾറെഡി അറിവ് ഉണ്ട്, നമ്മൾ അതിനെ റിഫൈൻ ചെയ്യാണ്, അതിനെ പോളിഷ് ചെയ്തെടുക്കുകയാണ്. സോ നിങ്ങൾ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ടാൽ യു ക്യാൻ മേക്ക് എന്താ പറയുക യുവർ ഡ്രീം റിയാലിറ്റി സൂൺ ഇനഫ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എൻഡ് കോൾ ടു ആക്ഷൻ. എന്തെങ്കിലും ഞാൻ കോൾ ടു ആക്ഷൻ പറയുകയാണെങ്കിൽ സോ റിപ്പീറ്റ് ദിസ് ഇസ് യുവർ ടൈം. ഇത് നിങ്ങളുടെ മാത്രം സമയമാണ്. ഇതൊക്കെ ആക്ച്വലി ഞാൻ പറഞ്ഞ ഇവിടെ എഴുതി വെച്ചാൽ നിങ്ങൾ കുറേ പേര് ഇതായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്. യൂസ് ദിസ് സ്ട്രാറ്റജി ഫോർ നെക്സ്റ്റ് 30 days ആൻഡ് സീ ദ ഡിഫറൻസ്. ഇതാണ് ചാലഞ്ച്. 30 ദിവസം വരാമെന്ന് 30 ദിവസങ്ങളിൽ നിങ്ങൾ ഈ ചാലഞ്ച് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. അങ്ങനെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യണം, ഞാൻ 30 ദിവസം ഇത് ട്രൈ ചെയ്തു, എനിക്കിത് ബെനിഫിറ്റ് ആയി എന്നുള്ളത്. ഓക്കെ, അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസ് മുഴുവൻ കാണുന്നവർ ചോദിക്കും, ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്ത് പറയാം. ഇപ്പൊ ഞാൻ റിപ്പീറ്റേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ബിഗിനേഴ്സും ഫ്രഷേഴ്സും മനസ്സിൽ ഞങ്ങൾക്കൊന്നുമില്ലേ ഉണ്ട് മക്കളെ. RRB PO ക്ലർക്കിന്റെ റാങ്കേഴ്സ് ബാച്ച്. അപ്പൊ RRB PO ക്ലർക്കിന്റെ പേര് മാത്രമുള്ള IBPS SBI ഏതൊരു എക്സാം എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ബാങ്കിങ് ആസ്പിരന്റും റെഗുലർ ആയിട്ട് ഈ ബാച്ച് റെഗുലർ ബാച്ചാണ് ഇതിലേക്ക് ജോയിൻ ചെയ്യാം. ഇത് നമ്മൾ ബേസ് മുതൽ അഡ്വാൻസ് വരെ കവർ ചെയ്യുന്ന പ്രാക്ടീസ് സെറ്റുകൾ എല്ലാം ഉള്ള പ്രിലിംസും മെയിൻസും പ്രാക്ടീസ് സെറ്റുകൾ എല്ലാം ഉള്ള ബാച്ചാണ്. ഇത് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ. മേ ബി ഈ വീഡിയോ വരുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. എനിവേസ് ഉറപ്പായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക. ഒപ്പം ഈ വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ഡൗട്ട്സും ഒക്കെ ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണം ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് 6,999 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്, റിപ്പീറ്റേഴ്സിന് ജോയിൻ ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ബാങ്ക് റിപ്പീറ്റേഴ്സ് ബാച്ച് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. ആദ്യം 3 ടോപ്പിക് നൗണ് പ്രോനൗണും എന്താ പറയാ അഡ്ജക്റ്റീവ് ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇംഗ്ലീഷിന്റെ കാര്യത്തിലാണെങ്കിൽ. അതുപോലെ റീസണിങ് കോണ്ടോ ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇതിന്റെ ലൈവ് റെക്കോർഡഡ് ക്ലാസ്സും കിട്ടും. 5,499 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് പഠിക്കണം. മിസ് ഞങ്ങൾക്ക് ഓൺലൈൻ വേണ്ട, ഓഫ്ലൈൻ വേണം, ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലാവരുടെ കൂടി ഇരുന്ന് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ വെസ്റ്റ് ഹിൽ ക്യാമ്പസ്, നമ്മുടെ സൈലത്തിന്റെ കോഴിക്കോടുള്ള വെസ്റ്റ് ഹിൽ ക്യാമ്പസ് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ അഡ്മിഷൻസ് ഓപ്പൺ ആണ്, സ്റ്റാർട്ട് ആയിട്ടേ ഉള്ളൂ. അധികം ക്ലാസ് ഒന്നും മിസ്സാക്കിയിട്ടില്ല, അതുകൊണ്ട് ഉറപ്പായിട്ടും മിസ് ആവത്തുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. ഡയറക്റ്റ് ഞങ്ങളെ കണ്ട് സംസാരിക്കാനും ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. സോ ഉറപ്പായിട്ട് യൂസ് ചെയ്ത് ഉടനെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ
ഫ്രീ ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. മെയ് 12 നമ്മൾ തൃശ്ശൂർ നടത്തി ശക്തൻ ക്യാമ്പസിൽ വെച്ചിട്ട്. ഇനി നമ്മൾ നടത്താൻ പോകുന്നത് 31 തീയതികൾ 31 and 1, അതായത് മെയ് 31 ജൂൺ 1 നമ്മൾ കൊല്ലത്ത് വെച്ച് നടത്തുന്നുണ്ട്. ആൻഡ് ജൂൺ 9 നമ്മൾ പാലക്കാട് വെച്ച് നടത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ മാത്രമല്ല വേറെയും സ്ഥലങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതും നിങ്ങൾക്ക് താഴെയുള്ള ഗൂഗിൾ ഫോമിൽ ഫിൽ ഔട്ട് ചെയ്താൽ അറിയാൻ സാധിക്കും. കമന്റ് ചെയ്ത് നിങ്ങൾക്ക് ചോദിച്ചാൽ കമന്റിന് റിപ്ലൈ വരും. അപ്പോൾ ഉറപ്പായിട്ടും ഇതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുക. പ്ലസ് ഇംഗ്ലീഷിന്റെ കാര്യം കൂടുതൽ അറിയണമെങ്കിൽ എന്റെ ചാനൽ ജോയിൻ ചെയ്യുക. ഇംഗ്ലീഷ് ഓൾറൗണ്ടർ വിത്ത് റേവതി എന്ന ചാനൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇംഗ്ലീഷിന്റെ കാര്യങ്ങൾക്ക് അറിയാൻ പറ്റും. പേഴ്സണലി ഡയറക്റ്റ് മെസ്സേജ് സംസാരിക്കാൻ പറ്റും. ദെൻ ഇതുവരെയും നമ്മുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ജോയിൻ ചെയ്യാത്തവർ ഉടനെ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളി ഇംഗ്ലീഷ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ. നന്നായി പഠിക്കൂ. ഓൾ ദി ബെസ്റ്റ്. ബൈ.